എല്ലാരും കശ്മീരിൽ വരണം. നിങ്ങൾ പുറത്ത് കേൾക്കുന്ന പോലെ പേടിക്കാനൊന്നുമില്ല ഇവിടെ. സോ ഗൈസ്, ഞാൻ ഒരു കോളേജിൽ വന്നിട്ടുണ്ട്. ഇപ്പോൾ ഇവിടെ കുറെ മലയാളീസ് ഉണ്ട്. ഇപ്പോൾ കുറച്ച് പേര് ഇവിടെ ഉണ്ട്. എൻ്റെ അടുത്ത് സംസാരിക്കാം. ഹായ്, പേരെന്തായിരുന്നു? അഞ്ജന. ഇതാണ് അഞ്ജന. അഞ്ജന ഇവിടെ PG ചെയ്യുന്നു. പിന്നെ വേറെ ഒരു ഫ്രണ്ടും ഉണ്ട്. പേര് പറയൂ. മാളവികയാണ്. മാളവികയും PG ചെയ്യുന്നുണ്ട്. ഏതോ ഒരു വീഡിയോ കണ്ടു. അപ്പം ഞങ്ങളിങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും എല്ലാവരോടും പറഞ്ഞു. ആദ്യത്തെ വീഡിയോയിൽ ബാരാമുള്ള ഞങ്ങള് പിന്നെ ഊളാറിന്റെ വീഡിയോ കണ്ടപ്പോ. എവിടെയാണ് വീട്? വീട് മലപ്പുറം. പേരെന്തായിരുന്നു? റിഷാൻ. ഓക്കെ. എൻ്റെ വീഡിയോസ് കണ്ടായിരുന്നോ? ഇല്ല, കണ്ടിട്ടില്ല അല്ലേ? ഞാൻ കശ്മീരിയാണ്, പക്ഷെ ഞാൻ മലയാളം സംസാരിക്കും. നന്നായിട്ട് ഇവിടുന്ന് പഠിച്ച്. ഞാൻ കോട്ടയത്തിലായിരുന്നു. കോട്ടയം മെഡിക്കൽ കോളേജ് നഴ്സിംഗാണ് പഠിച്ചത്. അവിടെ നിന്നിട്ട് മലയാളം പഠിച്ചു. സോ ഗൈസ്, ഇതാണ് കശ്മീരിന്റെ മലയാളീസ്, ശരിക്കും മലയാളീസ്. സെലിബ്രേഷൻസ് ഒക്കെ കാണുമോ ഇവിടെ? ഈ ലൈക്ക് ക്രിസ്മസ് സെലിബ്രേഷൻ ഒക്കെ അതൊക്കെ കാണത്തില്ല അല്ലേ? ഉണ്ടോ? നിങ്ങൾ ചെയ്യുന്നുണ്ടോ? ചെയ്യാറുണ്ടോ? ഓണം സെലിബ്രേറ്റ് ചെയ്തത് ചെയ്തോ? അങ്ങനെ. എടാ ഒരു മിനിറ്റ് ഇല്ല, ഹൈഡ് ചെയ്യല്ലേടാ. വെരി ഹൈഡിങ്. ഗൈസ്, എല്ലാരും കശ്മീരിൽ വരണം. നിങ്ങൾ പുറത്ത് കേൾക്കുന്ന പോലെ പേടിക്കാനൊന്നുമില്ല ഇവിടെ. ഇവിടെ ഒരു പ്രശ്നവുമില്ല. ഞങ്ങളൊക്കെ ഇവിടെ ഹാപ്പി ആയിട്ട് ഇവിടെ ജീവിച്ചു പോകുന്നുണ്ട്. അടിപൊളിയാണ് ഇവിടെ. ഇവിടുത്തെ ഫുഡ് എങ്ങനെയുണ്ട്? അടിപൊളി, നല്ല ഫുഡാണ്. നിങ്ങൾക്ക് ഏത് ഫുഡാണ് ഇവിടുത്തെ ഇഷ്ടം? ഇവിടുത്തെ ലൗഡായിട്ട് പറ, കേൾക്കുന്നില്ല. തുജ് ഭയങ്കര ഇഷ്ടം. തുജ് അല്ലേ? നിങ്ങൾക്കോ? നിങ്ങൾക്കോ? പിന്നെ തുജ് ഇഷ്ടമാണ്. ഹരീസ, അത് വിന്ററിൽ മാത്രമേ കിട്ടുള്ളൂ. ഓക്കെ. ഈ കുട്ടി സംസാരിക്കുന്നില്ലല്ലോ. ഞാൻ ഇതുവരെ അങ്ങനെയൊന്നും കഴിച്ചിട്ടില്ല. എന്നാ കഴിക്കാം, ഇനി കഴിക്കാം. ലൈഫിൽ ഒരിക്കലും വരുന്ന സ്ഥലമാണ് കാശ്മീർ. കുറെ കാര്യങ്ങൾ ഇവിടെ കാണാണ്ട്, കുറെ ആൾക്കാർ പരിചയപ്പെടാണ്ട് സ്ഥലം. നമുക്ക് എല്ലാ സീസണും കറക്റ്റ് മനസ്സിലാവും എങ്ങനെയാണ് ഇവിടെ വിന്റർ, സമ്മർ. ഇവൻ ഇവിടുത്തെ മെയിൻ ആളാ. ഇവിടെ എവിടെ സ്ഥലം പോയിട്ടുണ്ട്, എപ്പോഴും പോകും. ഞാൻ ആദ്യം കണ്ടപ്പോൾ ഇവിടുത്തെ UG കുട്ടിയെന്നാ വിചാരിച്ചത്. പിന്നെ ഞാൻ ആദ്യം ഇംഗ്ലീഷ് സംസാരിക്കാൻ തുടങ്ങി. പിന്നെ ഓർത്തത് മലയാളം അറിയാമല്ലോ അല്ലേ. അതും നല്ല ഫ്ലുവന്റ് ആയിട്ട് അത്യാവശ്യം സന്തോഷമായോ കണ്ടിട്ട്? ശരിക്കും പറയാൻ ഞാൻ കുറെ കാലമായി മെസ്സേജ് അയക്കാൻ ഇരിക്കുകയായിരുന്നു.